ഡിസംബർ മാസമാണ്, ക്രിസ്മസ് ആണ്, ന്യൂ ഇയർ ആണ്. ക്രിസ്മസ് സമയത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ കരോൾ സംഘങ്ങൾ വന്നു പോകുന്ന ഒരു ടൈമാണിപ്പോൾ. ഭയങ്കര നൊസ്റ്റുള്ളൊരു ടൈമാണ്. ബിക്കോസ് കുറച്ച് കാശ് കയ്യിൽ തടയും, അല്ലെങ്കിൽ കുറച്ച് കാശ് ഉണ്ടാക്കുക, കുറച്ച് ഫുഡ് അടിക്കുക എന്നുള്ള രീതിയിൽ കരോൾ സംഘങ്ങൾ ആയി നമ്മൾ പലരും പോയിരുന്നൊരു ടൈം നമ്മുടെ നൊസ്റ്റു ടൈമൊക്കെയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുട്ടികളൊക്കെ ഇറങ്ങി നടക്കുന്നത് കാണുമ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് സീരിയസ്ലി. പക്ഷെ ഇപ്പോൾ കുട്ടികൾ കരോൾ സംഘങ്ങളായിട്ട് ഇറങ്ങി നടക്കുന്ന സമയത്ത് ഉള്ളിനകത്തൊരു പേടിയുണ്ട്. വൈ? ബിക്കോസ് ഇപ്പോൾ ഞാനൊക്കെ കരോൾ സംഘത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഗ്യാങ്ങായിട്ട് കരോൾ കൊട്ടിപ്പോയിരുന്ന സമയത്ത് നമുക്ക് പേടിക്കേണ്ടത് ഏതെങ്കിലുമൊക്കെ തെരുവ് നായ്ക്കൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ ഓടിച്ചിട്ട് കടിക്കും. വീടുകളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തുടലില്ലാത്ത നായ്ക്കൾ ചിലപ്പോൾ ഓടിച്ചിട്ട് കടിക്കും. പിന്നെ തുറന്നു വെച്ച ഓടകൾ, രാത്രിയുള്ള ചില കള്ളുടിയന്മാർ, ഇവരെയൊക്കെ പേടിച്ചാൽ മതിയായിരുന്നു നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ കരോളിൽ പോകുമ്പോൾ. പക്ഷെ ഇപ്പോഴത്തെ മക്കളെന്താ പറയുക, ശരിക്കും ശ്രദ്ധിക്കണം. കാരണം വർഗീയത മൂത്ത് തലയ്ക്ക് പിടിച്ച കുറേ മതഭ്രാന്തന്മാർ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് തന്നെ ഈ കരോള് പോണത് കുട്ടികളാണ്, ഇവരുടെ ഒരു എന്താ പറയുക വൈബിന് വേണ്ടി പോണതാണ്, ഒന്നും തിരിഞ്ഞു നോക്കാതെ അവർക്കെതിരെ ആക്രമണം അഴിച്ചു വിടുന്ന ഒരു പരിപാടി ഇപ്പം കണ്ടുവരുന്നുണ്ട്. നോർത്തിലൊക്കെ ഉള്ള ഒരു സാധനം ഇപ്പം ഇങ്ങോട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്. കുറച്ച് സീറ്റൊക്കെ കിട്ടി അവിടെ ഇവിടെയൊക്കെ ജയിച്ചു തുടങ്ങിയിലൂടെ ബിജെപി. അപ്പോൾ അത് ഒരു ത്രെട്ട് തന്നെയാണ്. സൊസൈറ്റി അവരെയൊക്കെ തിരിച്ചറിയണം, ഇവരുടെയൊക്കെ വർഗീയത തിരിച്ചറിയണം. പാലക്കാട് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം. പാലക്കാട് പുതുശ്ശേരിയിൽ കരോൾ സംഘത്തെ ആക്രമിച്ച് RSS പ്രവർത്തകൻ അറസ്റ്റിൽ. ഓക്കെ, ഇതാണ് ആ RSS പ്രവർത്തകൻ്റെ ഫോട്ടോ. അപ്പുറത്തുള്ളത് കുട്ടികൾ. നിങ്ങൾ നോക്കിയാൽ മതി, ചെറിയ പിള്ളേരാണ്, പൈതങ്ങളാണ്. ഓക്കെ, 10-15 വയസ്സിനിടയിലുള്ള ചെറിയ മക്കളെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്. കയ്യിലെ ബാൻഡ് സെറ്റിൽ അതിൽ CPIM എന്നുള്ളത് കണ്ടപ്പോൾ ഈ RSS മുതലിന് അങ്ങോട്ട് ഇളകി. ഉള്ളിൻ്റെ അകത്തുള്ള വർഗീയത ആ ഒരു സാധനം കണ്ട് പൊട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള ഒരു വർഗീയതയായിരിക്കാം, ക്രിസ്ത്യാനിയോടുള്ള ഒരു വർഗീയതയായിരിക്കാം. RSSകാരന് ഇത് കണ്ട് കണ്ടപ്പോൾ പിന്നെ കുരു പൊട്ടിയിട്ട് കുട്ടികളെ നേരെ ഇളകിപ്പോയി. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. കുട്ടികൾ അടങ്ങുന്ന ഒരു സംഘം കരോളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ബാൻഡ് വാദ്യത്തിന്റെയൊക്കെ അകമ്പടിയോടെയാണ് ഈ ഒരു സംഘം മുന്നോട്ട് വരുന്നത്. പെട്ടെന്നാണ് ഒരു BJP പ്രവർത്തകൻ ആക്രമിച്ചത്. ഈ ബാൻഡിൽ CPM എന്ന് എഴുതിയിരുന്നു. ഇതാണ് പ്രകോപനത്തിന് കാരണം എന്നാണ് പരാതിയിൽ പറയുന്നത്. ഈ സംഘത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കസബ പോലീസ് കേസെടുത്തു. BJP പ്രവർത്തകൻ അറസ്റ്റിലായിരിക്കുകയാണ്. ഈ കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്നവരാണ് ഇവർ. നിങ്ങൾക്ക് എന്താണ് ഇന്നലെ പെട്ടെന്നുണ്ടായത്? കുട്ടികൾക്കൊപ്പമല്ല, ഞങ്ങളുടെ ബാൻഡ് ഇന്നലെ ഒരു ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് ആവശ്യം. ഞാൻ ഇപ്പോൾ ലോക്കൽ സെക്രട്ടറി, എൻ്റെ അധീനതയിലാണ് ആ സാധനങ്ങൾ ഇരിക്കുന്നത്, മ്യൂസിക് സാധനങ്ങൾ. അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് വന്ന് എൻ്റെ വീട്ടിൽ വന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എല്ലാ വർഷവും കൊടുക്കാറുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് കുട്ടികൾ വന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളത് കൊടുത്ത് ആവശ്യം കഴിയുമ്പോൾ തിരിച്ച് മേടിച്ച് വെക്കലാണുണ്ട്. അത്തരത്തിൽ ഇന്നലെ ഈ 10-12 പേരോളം വന്ന് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സാധനങ്ങൾ കൊടുത്തു. അവർ കൊണ്ടുപോയി പരിപാടി നടത്തിക്കൊണ്ടിരിക്കും നല്ല നിലയിൽ. കരോൾ സംഘമായിരുന്നുകൊണ്ടാണോ ഇത് ആക്രമണം ഉണ്ടായത്, അതോ CPM എഴുതിയതുകൊണ്ടാണോ? തീർച്ചയായിട്ടും കരോൾ ഇത് മുൻകാലങ്ങളിലും ഇത്തരത്തിൽ കരോൾ സംഘങ്ങൾ പോകുമ്പോൾ കൂക്കും നിലവിളിയെല്ലാം ഉണ്ടാവുന്നുണ്ട്. ഇത്തരത്തിൽ ഈ CPMന്റെ ബാൻഡും കൂടെ കൊണ്ടുപോയപ്പോൾ കുറച്ചുകൂടെ ആക്രമിക്കുന്നതിനുള്ള ത്വരത കൂടി എന്നുള്ളത്. ഒരാളെ ഉണ്ടായുള്ളൂ ആക്രമിക്കാൻ? അല്ല, ഈ ചെറിയ കുട്ടികൾക്ക് ആളുകളെ കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ല. 10-14 വയസ്സുള്ള വളരെ ചെറിയ പിള്ളേരാണ്. ചിലപ്പോൾ ഇതിൽ കാണിക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ അവർക്ക് ആരാണ് എന്ന് പിന്നെ അവിടെ കണ്ടു നിന്ന ഒരാളാണ്, ഇന്ന ആളാണ് നമ്മൾ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പരാതിപ്പെടുന്നത്. എന്താണെങ്കിലും ആ പുണ്ടനെ പൊക്കിയിട്ടുണ്ട്, ഇങ്ങനെ ഒരു RSS പുണ്ട. എന്താണെങ്കിലും ഈ കാണുന്ന എൻ്റെ വ്യൂവേഴ്സിൽ പാരൻസ് പലരും ഉണ്ടാവും കുട്ടികളുടെ. അപ്പോൾ മക്കൾ കരോളിനൊക്കെ പോകുമ്പോൾ രാത്രി അവരോട് കയ്യിൽ വല്ല കല്ലൊക്കെ എടുത്ത് വെച്ചോളാൻ പറയാം. നായ്ക്കളെ കാണുമ്പോൾ അറിയാനല്ല, ഇതേപോലെ ഭ്രാന്ത് മൂത്ത മതം തലയ്ക്ക് പിടിച്ച RSSകാരൊക്കെ ചിലപ്പോൾ ഇറങ്ങി നടന്നിട്ട് കുട്ടികളെ നേരെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മുളക് പൊടി, കല്ല്, അങ്ങനത്തെ സാധനങ്ങൾ കുട്ടികളെ ഇതിൽ കൊടുത്തിട്ട് മാത്രം കരോളിന് വിടുക എന്നേ പറയാനുള്ളൂ. അല്ല എന്തായാലും ഈ സെൽഫ് പ്രൊട്ടക്ഷൻ വേണ്ടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. മക്കളെ ഇഷ്ടത്തിന് അവരുടെ ഒരു ഫണ്ടിന് വേണ്ടിയിട്ടാണ് അവരിത് കൊട്ടാനും പാടാനും പോകുന്നത്. ഈ മക്കൾക്ക് പറയാനുള്ളത് നോക്കാം. ഞങ്ങളിവിടെ കരോളിനായി പോയപ്പോൾ ഞങ്ങളുടെ ബാൻഡിലെ CPM പറഞ്ഞ ബോർഡ് കണ്ടിട്ട് ഞങ്ങളെ സ്ഥലത്ത് കൊണ്ടുപോയി പൈസ തരാൻ വേണ്ടി കൊണ്ടുപോയിട്ട് അവിടെ ഞങ്ങളെ തല്ലി. ഞങ്ങളവിടെ നിന്ന് പേടിച്ചിട്ട് ഓടി. അവർ ഞങ്ങളുടെ ബാൻഡൊക്കെ തല്ലി. രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ഈ കുട്ടികളത് കൊണ്ടുപോകാറും തിരിച്ചേൽപ്പിക്കാറുമുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ഈ കരോളിന് ഈ കൊച്ചു കുട്ടികൾ വളരെ പ്രായം നിങ്ങൾക്ക് ഫോട്ടോ കാണിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ആ കുട്ടികളെ കണ്ടാൽ നിങ്ങൾക്ക് അനുമാനിക്കാൻ കഴിയും. 13 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഇതെല്ലാം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആ കുട്ടികളെ ആക്രമിക്കുക മാത്രമല്ല, ആ ഉപകരണങ്ങൾ ചവിട്ടി പൊളിക്കുകയും
അതിൻ്റെ ഭാഗമായി കുട്ടികളെ വളരെ നിഷ്ഠൂരമായി ആക്രമിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഇവിടെയുള്ളത്. ഓക്കെ, അപ്പോൾ കൊച്ചുകുട്ടികളാണ്. അപ്പോൾ പലരും ചോദിക്കും കുട്ടികളാവുമ്പോൾ രാത്രി ഈ കരോളിന് ഇറങ്ങണോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ചിലപ്പോൾ പലരും കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരിക്കുക. അത് നമ്മുടെ നാട്ടിൽ പണ്ടത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് 13-15 വയസ്സുള്ള കുട്ടികൾ ഞാൻ പറഞ്ഞല്ലോ പുറത്തിറങ്ങുമ്പോൾ പേടിക്കേണ്ടത് നാട്ടിലെ ഈ പറഞ്ഞ മാതിരി ഡോഗ്സിനെ പേടിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കുഴികളുണ്ടെങ്കിൽ അതിൽ വീഴുമെന്ന് പേടിക്കണം. വെട്ടം വിളിച്ചൊന്നുമില്ലല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു. ഒരിക്കലും ഇങ്ങനത്തെ വർഗീയത തലയ്ക്ക് പിടിച്ച അല്ലെങ്കിൽ മതം തലയ്ക്ക് പിടിച്ച രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ച ആളുകളെ പേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നാട് മാറുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യേണ്ടത് ആ നാട്ടുകാരാണ്, നമ്മൾ ഓരോരുത്തരുമാണ് അല്ലേ? അതല്ല നമ്മൾ ചെയ്യണ്ടേ? വർഗീയത മൂത്ത് കുട്ടികൾക്ക് നേരെ രാഷ്ട്രീയം മനസ്സിൽ വെച്ചിട്ടും മതം മനസ്സിൽ വെച്ചിട്ടും കുട്ടികൾ നടത്തുന്ന അവരുടെ ഒരു ഫൺ സാധനമാണത്. കരോളിൽ പോവാന്നൊക്കെ പറയുന്നത് ഇപ്പം ഞാനൊക്കെ ഇത് പറയുന്ന ഒരു ഭാവിയിൽ ഒരു നൊസ്റ്റാൾജിയ പറയാനുള്ള അവരുടെ കാര്യങ്ങളാണ്. അത് ഏതെങ്കിലും ഒരു മതം തലയ്ക്ക് പിടിച്ചവൻ വന്നിട്ട് അലമ്പാക്കി കച്ചറയാക്കി കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ള എന്താ? ട്രോമ മാത്രമേ പറയാണ്ടാവുള്ളൂ. അപ്പം നാട്ടിൽ വരുന്ന മാറ്റം എന്താ? മതവർഗീയത കൂടി വരുന്നു, മതവർഗീയവാദികൾ കൂടി വരുന്നു. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനത്തെ ആളുകളെ ഒറ്റപ്പെടുത്തി നാട്ടിൽ നിന്ന് ഒഴിവാക്കുക, അടിച്ചു ഓടിക്കുക. അതാണ് മതവർഗീയത പറയുന്നവർ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അടിച്ചു ഓടിക്കുക. അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനില്ല. 2-3 എണ്ണത്തിനെ തൂക്കി പുറത്തിടുമ്പോൾ മനസ്സിലാവും ഇനി വർഗീയത വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അതാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ കൊച്ചുകുട്ടികൾ എന്തിനു പുറത്തു പോയി എന്നുള്ള ചോദ്യം, അപ്പം നമ്മളൊക്കെ നമ്മളെ ഘട്ടത്തിൽ ലൈക്ക് ആ കാലഘട്ടത്തിൽ സേഫായി നടന്നില്ലേ? അതേ എൻവയോൺമെൻറ്റ് നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി ഇതിനെക്കുറിച്ചൊരു ഫാദർ, ഓക്കെ, ഈ പുതുശ്ശേരി കരുടിക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ ഫാദറാ തോന്നുന്നു, പള്ളിയിലെ അങ്ങേര് പറയുന്നത് നോക്കാം. പാലക്കാട് ജില്ലയിലെ കുരുടിക്കാട് ഭാഗത്ത് വെച്ച് ഒരു കരോൾ സംഘത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യമുള്ളത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒരു റെസ്പോൺസ് പറയുക, ഒരു പ്രതികരണം നടത്തുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം പ്രസക്തമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ആരാണ് കരോൾ നടത്തിയതെന്നോ പള്ളിയിൽ നിന്നുള്ളൊരു കരോളാണ് പോയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് അതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ പള്ളിക്കാർ തരുമായിരുന്നു. നമ്മളിങ്ങനെ പള്ളിയിൽ നിന്ന് പോയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി എന്നറിയും. പക്ഷെ എന്നോട് അങ്ങനെയൊന്നും പറയാത്തത് കൊണ്ട് പള്ളിക്കാരുമല്ല, പാലക്കാട് രൂപതയിൽപ്പെട്ട പള്ളികളിൽ നിന്നും അല്ല ഇത് പോയിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയായിരുന്നു എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത്. പിന്നെ ഇത് ഒരു കരോൾ സംഘം ആക്രമിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ വളരെ ഭക്തിനിർഭരമായ രീതിയിൽ, ആത്മീയമായ രീതിയിൽ സംഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു സന്ദേശം കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണല്ലോ കരോൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്രമാത്രം ഒരു ആത്മീയമായ രീതിയിലാണത് പോകേണ്ടത്. മറ്റൊരു തരത്തിലുള്ള സൂചനകളും ഇല്ലാതെ തന്നെയാണ് കരോൾ നടത്തേണ്ടത്. അതങ്ങനെ ഒരു കർമ്മമാണ്. പക്ഷേ ഇതെങ്ങനെയാണ് നടത്തിയത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഏതായാലും ഒരു കരോൾ സംഘത്തെ ആക്രമിക്കുക അല്ലെങ്കിൽ അത് വളരെ അപലപനമാണ്. ഏത് തരത്തിലുള്ള ഒരു ആക്രമണം ആയാലും അത് വെറുതെ വഴി തടഞ്ഞു നിർത്തി ചോദിച്ചു വിട്ടാൽ പോലും അതൊരു അപലപനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ വരാൻ പാടില്ല. കാരണം കരോളിന്റെ സന്ദേശം അങ്ങനെയാണ്. പിന്നെ അത് ഏത് തരത്തിലുള്ള ആക്രമണം, ഇപ്പൊ കരോൾ ആകണമെന്നില്ലല്ലോ, അല്ലാതെ ആരെ ആക്രമിക്കുന്നു, ഒരു തരത്തിലുള്ള ആക്രമണങ്ങളും. ഓക്കെ, അപ്പൊ ഈ പള്ളിയിലച്ഛൻ പറഞ്ഞ സ്കീം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ രൂപതയിലോ അല്ലെങ്കിൽ അവരുടെ അതിൽപ്പെട്ട ആരും അല്ല പോയത് എന്നുള്ളതാണ് അങ്ങേരുടെ ഒരു വേർഷൻ വരുന്നത്. പക്ഷെ ആരെയും ആക്രമിക്കുന്നതിനോട് അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, കൂട്ടി നിൽക്കുന്നതോ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതോ ആയിട്ടുള്ളതൊന്നും അദ്ദേഹം പറയുന്നുമില്ല. പിന്നെ കരോള് പള്ളിയിൽ നിന്നും അല്ലെങ്കിൽ രൂപതയിൽപ്പെട്ട ആളുകൾ ആരും പോയിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഓബിയസ്ലി പള്ളിക്കാർക്ക് അറിയാൻ വഴിയില്ല. ഇപ്പം എല്ലാ നാട്ടിലും എല്ലാവരും പള്ളിയിൽ അറിഞ്ഞവരും അല്ലെങ്കിൽ എല്ലാവരും ക്രിസ്ത്യൻസും മാത്രമാണോ ഈ കരോളിൽ പോക്ക്? എൻ്റെ അറിയില്ലല്ലോ. ഇപ്പം ഞങ്ങൾ പോയ സമയത്ത് നമ്മൾ പള്ളിയിൽ നിന്നുള്ള ഒന്നും അറിയിച്ചിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. നമ്മൾ ആ ഒരു ഡ്രസ്സ് വാടകയ്ക്ക് എടുക്കുന്നു, താടിയും മ്യൂസിയം വെക്കുന്നു, പാട്ടും വെക്കുന്നു, വൈബ് അടിക്കാൻ വേണ്ടി പോകുന്നു, കിട്ടുന്ന കാശ് കിട്ടുന്നു, അല്ല തണ്ടൂറട്ടിൽ അവിടെ എവിടെയും പോയി ഫുഡ് അടിച്ചിട്ട് പോരുന്നു. ഇത്രയും നമുക്കറിയാൻ പാടുള്ളായിരുന്നു. ചില വീടുകളിൽ, ക്രിസ്ത്യൻ വീടുകളിൽ പോകുന്ന സമയത്ത് ഇതിനൊരു നിയമം ഉണ്ട് എന്നും അല്ലെങ്കിൽ കരോള് കൊണ്ടുവരുമ്പോൾ നമുക്കതിൽ പുൽക്കൂട് വേണം, അതിൽ ഉണ്ണിയേശു വേണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടെന്ന് ചിലർ പറഞ്ഞിട്ട് നമുക്ക് പൈസ തരില്ല, നിങ്ങൾ ഉടായ്പ വിട്ടുമെന്ന് പറയും. ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ഫാമിലിയിലുള്ളവർക്ക് അവർക്ക് അറിയാം കരോൾ എങ്ങനെ വരണം അല്ലെങ്കിൽ എവിടെ നിന്ന് വരും, എന്തൊക്കെയാണ് കരോളിൻ്റെ ചട്ടവട്ടങ്ങൾ എന്നുള്ളതൊക്കെ അവർക്ക് അറിയുന്നതുകൊണ്ട് അവർ ആ ചിട്ടവട്ടങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, കാശ് തരാതെ നമ്മളെ നൈസായി ഒഴിവാക്കാറുണ്ട്. അത് പോട്ടെ. പക്ഷേ ഇതൊക്കെ നാട്ടിൽ നടന്നു വരുന്ന കാര്യങ്ങളാണ്. മക്കൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തോടുകൂടി നിന്ന് പോകേണ്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇതൊക്കെ. ആണോ? അല്ല. അതൊക്കെ മതത്തിനുപരി ഇതൊക്കെ ഒരു ഭയങ്കര രസമുള്ള പരിപാടികളാണ്. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് മക്കൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത പോലെ തന്നെ അവരും എക്സ്പീരിയൻസ് ചെയ്ത് വളരട്ടെ എന്നുള്ള മൈൻഡ് സെറ്റിലല്ലേ നാട്ടിലുള്ളവർ വരേണ്ടത്. ഇതല്ല. ഇനി ശ്രീകൃഷ്ണകുമാർ
ഈ ചങ്ങായി വന്നിട്ട് ഇതിനെ ന്യായീകരിച്ചൊരു ന്യായീകരിക്കലുണ്ട്. മദ്യപിച്ച് CPIM ഏരിയ കമ്മിറ്റിയുടെ ബാൻഡ് സെറ്റുമായിട്ട് പോകുന്ന ആളുകളെ കരോൾ സംഘമായിട്ടാണോ പറയേണ്ടത്? ഈ കാളാണ്ട് അതിൽ ബിഷപ്പ് പറഞ്ഞല്ലോ, കൃത്യമായി പറഞ്ഞല്ലോ. കരോൾ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഭക്തിപൂർവം ആത്മീയ ഇതോട് കൂടിയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. എനിക്ക് എൻ്റെ സാമാന്യ വിവരം വെച്ചിട്ട് കരോള് സംഘങ്ങൾ പോവുക, വീടുകളിൽ പോയി പ്രാർത്ഥന നടത്തും, കരോൾ ഗാനം പാടും, അവിടുന്ന് ചെറിയ സംഭാവനകൾ അവർ കൊടുക്കും, അത് വാങ്ങിയിട്ട് വരുന്ന ആളാണ്. മദ്യപിച്ച് CPIM ഏരിയ കമ്മിറ്റിയുടെ ബാൻഡ് സെറ്റുമായിട്ട് പോകുന്ന ആളുകളെ കരോൾ സംഘമായിട്ടാണോ പറയേണ്ടത്? ഈ കാളാണ്ട് അതിൽ ബിഷപ്പ് പറഞ്ഞല്ലോ, കൃത്യമായി പറഞ്ഞല്ലോ. നിങ്ങൾ അല്ല മദ്യപിച്ചിട്ടെന്ന് ബിഷപ്പ് പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് ആ പോയ സംഘം മദ്യപിച്ചിട്ട് അവിടെ ഞങ്ങളുടെ രതീഷ് എന്നുള്ള പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ട സ്ഥലമാണ് കാളാണ്ടിത്തറ. അവിടേക്ക് ബോധപൂർവം സംഘർഷമുണ്ടാക്കാനായിട്ട് CPM ക്രിമിനൽ സംഘം പോയതാ. എവിടെയെങ്കിലും ബാൻഡ് ഇതിൽ CPIM ബാൻഡ് ഉപയോഗിച്ചിട്ട് കരോള് നടത്തുന്നത് നിങ്ങൾ കേട്ടോ? അവിടെ നിങ്ങൾ ഇത് ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കണ്ട. ബിഷപ്പ് അല്ലല്ല, ഇതുമായിട്ട് പോയ ഈ കരോൾ സംഘത്തിൽ പോയ വ്യക്തികളും അതുപോലെ തന്നെ ഈ കേസിലെ പ്രതിയായിട്ടുള്ള ആളും തമ്മിൽ അവിടെ വ്യക്തിവൈരാഗ്യമുണ്ട്. അവർ തമ്മിൽ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിലുണ്ടായ പ്രശ്നമാണ്. അതിനെ RSSന്റെയും ഞങ്ങൾക്ക് അതിന് ഉത്തരം പറയേണ്ട ആവശ്യമില്ല. അതല്ല ഞാൻ ഈ പോയ ആളുകളല്ല പറഞ്ഞ് മദ്യപിച്ച് കരോളിന്റെ പേരിൽ പോകുന്നത് മുഴുവൻ അംഗീകരിക്കാൻ കഴിയില്ല. ശ്രീകൃഷ്ണകുമാർ മാറി എനിക്കെതിരെ കേസ് എടുക്കണം. സീരിയസ് ആയിട്ട് 10-15 വയസ്സുള്ള കുട്ടികൾ അവർ മദ്യപിച്ചിട്ട് പോയി എന്നൊക്കെ താൻ ഒരു അടിസ്ഥാനമില്ലാതെ വന്നിരുന്ന് ചിലയ്ക്കുമ്പോൾ തൻ്റെ ചള്ള നോക്കി അടിക്കുക ആളിലായിട്ടാണ് പരമാറി. കുംഭമേളയ്ക്ക് കണ്ട സ്വാമിമാർ ഉള്ള കഞ്ചാവും വലിച്ചു കൂട്ടി അണ്ടിയും തൂക്കിയിട്ട് നടക്കുമ്പോൾ തനിക്ക് അതൊരു മതത്തിൻ്റെ വലിയ എന്തോ മേന്മയാണോ? താൻ ഇപ്പോൾ ചോദിച്ചല്ലോ കരോളിന് മുമ്പ് ആരെങ്കിലും മദ്യം അടിച്ചോട്ട് പോകുന്നുള്ളത്. കുംഭമേളയിൽ അണ്ടിയും കാണിച്ച് മറ്റേ കഞ്ചാവും വലിച്ചിട്ടാണ് സ്വാമിമാർ കിടക്കുന്നത്, അഘോരികൾ എന്ന് പറഞ്ഞിട്ട്. സനാതന ധർമ്മം ഹിന്ദുവിൻ്റെ സംസ്കാരം അണ്ടി തൂക്കിയിട്ടുള്ളതാണോ? ഇങ്ങനത്തെ വർഗീയത മനസ്സിൽ വെച്ച് പണ്ട് കമ്മിയാളായിരുന്നു ഏറ്റവും കൂടുതൽ ക്യാപ്സ്യൂൾ ഇറക്കിയിരുന്നത്. ഇപ്പോൾ ഈ RSSകാരും BJPക്കാരുമാണ് ഇങ്ങനത്തെ നാറിയ ക്യാപ്സ്യൂൾ ഇറക്കി വിടുന്നത്. എന്താ കാര്യം? കുറച്ച് സപ്പോർട്ട് കിട്ടി, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഷീറ്റ് കിട്ടി, തിരുവനന്തപുരം കിട്ടി, പാലക്കാട് കിട്ടി, ഇനിയും കിട്ടും. കിട്ടി കൊടുത്തുകൊണ്ടിരിക്കും നിങ്ങൾക്ക്. അത് നല്ലത്. എന്നാൽ പിന്നെ നാട്ടിൽ ആർക്കും ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ നാട് കുട്ടിച്ചോറാക്കി തരും ഈ മുതലുകൾ. ഇതിവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇത് കേരളത്തിൽ നോർത്തിലെ ട്രെൻഡ് ഇവന്മാർ കൊണ്ടുവരികയാണ്. പിന്നെ 10-15 കുട്ടികളോട് വർഗീയത ഉള്ള ഏതൊരുത്തൻ, വർഗീയതല്ല മുൻവൈരാഗ്യമുള്ള ഒരുത്തൻ കയറിയിട്ട് പ്രശ്നം ഉണ്ടാക്കി ബാൻഡ് സെറ്റ് CPIM കൊണ്ടുപോയപ്പോൾ എന്താ വാടകയ്ക്ക് കിട്ടിയ എവിടുന്നാണെങ്കിൽ എന്ത് വേണമെങ്കിൽ എടുത്തിട്ട് കൊണ്ടുപോകാം. മനസ്സിലായോ? അല്ലാതെ കുട്ടികൾക്ക് എന്ത് പോയി? കുട്ടികൾ മക്കളവരെ എൻജോയ്മെൻറ്റിന് പോയതാടേ. ബിഷപ്പ് പറഞ്ഞല്ലോ അത് അങ്ങനെയല്ല അങ്ങനെയല്ല പോണ്ടേ, ആയിക്കോട്ടെ. ഇവിടെ ഇപ്പോൾ എല്ലാ കരോൾ സംഘവും പോണത് വീട്ടിൽ ചെന്നിട്ട് മറ്റേ കൊന്ത ചൊല്ലിക്കൊടുക്കാനും മറ്റേ ബൈബിൾ വായിച്ചു കൊടുക്കാനും ഉണ്ണിയേശുവിനെയും പുൽക്കൂടിനെയും കൊണ്ടൊക്കെയാണ് പോണേ. ഇത്രയും കാലം അങ്ങനെ പോയിന്നേ. ഇതൊക്കെ കുറേ കാലമായിട്ട് ഇങ്ങനെ പോണതാണ്. പാർട്ടി ഗ്രാമത്തിൽ കയറി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. തനി നാണല്ലേടി അങ്ങനെ ഇത്ര ആയല്ലോ. ഒരു നേതാവെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, ഉളുപ്പ് വേണ്ടി കുട്ടികളെ മദ്യപിച്ചിട്ടാണ് പോകണമെന്നൊക്കെ പറയാൻ. താൻ വന്നിരിക്കുന്നത് കഞ്ചാവ് അടിച്ചിട്ട് അവിടെ വന്നിട്ട് അയ്യേ എന്തുറത്തിട്ടാണ് അവനൊക്കെ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി നോർത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. എൻ്റെ മോനെ, ഞാൻ ഇന്നൊരു മീഷോന്ന് മേടിച്ച ശിവാജീനെ കണ്ട്. ഈ ചങ്ങായി ഒരു പള്ളി കയറിയിട്ട് വൻ ഷോ ഡയലോഗ് ആ പള്ളിയിലെ പാസ്റ്ററോട്. ഇത് കേട്ടോ നിങ്ങൾ. चर्च का फादर से मैं पूछना चाहता हूँ कि जीसस क्राइस्ट का ग्रंथ का नाम बताओ। ग्रंथ करके नहीं करती है। हाँ क्या है? गॉस्पेल ऑफ जॉन वो सब क्या चीज है? बाइबल क्या चीज है? धार्मिक ग्रंथ है। ये कहाँ से मैन्युफैक्चर हुआ है? जस्ट टेल मी कहाँ से मैन्युफैक्चर हुआ है? ऑफ कोर्स इट वाज नॉट प्रिंटेड इन इंडिया। भारत वर्ष में ये पैदा हुआ ही नहीं था।
विदेशी क्रिश्चियन लोगों का, विदेशी भाषाओं का बाइबल हमारा इंडिया में क्या रहेगा? हमारा क्या है? चारों वेद है, मनुस्मृति है, उपनिषद है। हम कोई भी क्रिश्चियनों का बाइबल को फॉलो नहीं करेंगे। Am I clear? बोलो ओम भूर्भुवः स्वः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो नः प्रचोदयात्। ओके, जय श्री राम, जय श्री राम। जीसस क्राइस्ट इज नॉट आवर्स, जीसस क्राइस्ट इज नॉट आवर्स। हमारा कौन है? राम भगवान। Am I right? ये शर्त थी। साला इधर बाबरी मस्जिद बन रहा है, उसके लिए कोई आवाज नहीं उठा रहा है ना? बाबरी मस्जिद बन रहा है, उसके लिए कोई आवाज नहीं उठा रहा है। हिंदुओं का धर्म परिवर्तन होना चाहिए, है ना? मौलाना महमूद मदानी इज एंटी नेशनल, दैट बastard should be arrested। हो सकता ना, हम धर्म परिवर्तन करवाएंगे। Why baby? Why baby? हमारा जीसस क्राइस्ट जवाब दे भाई, जवाब दे। सबके सामने पूछ रहा हूं इसको। मदर मैरी, जीसस क्राइस्ट को पैदा करने वाला मदर मैरी कैसे प्रेग्नेंट हुई थी बताओ? आई एम वेटिंग। यही नहीं है बोल रहा हूँ भैया, जीसस क्राइस्ट कैसे पैदा हुआ था बताओ? पवित्र आत्मा के द्वारा। अरे तू बिना आपसे इसके बच्चे पैदा कर सकता है? वही तो परमेश्वर का पुत्र तभी है ना, क्योंकि इंसान के अंदर पाप है। पाप से अगर पाप से जन्मा हुआ व्यक्ति कभी भी पाप से छुटकारा नहीं दे सकता, है ना? तो इसलिए परमेश्वर की आत्मा ये जो बायोलॉजिकल जो होता है उसके द्वारा पैदा नहीं हुआ है। Oh really? Can you explain this to the gynecologist? The baby? Are you educated? Are you educated, baby? Yes, sir. Okay, you know the process of बच्चा पैदा करने का प्रोसीजर बताऊं? बच्चा पैदा करने का प्रोसीजर बताऊं? मेरी सुन तो सही, मैं जैसे पैदा हुई हूँ। कैसे पैदा हुई बताओ? आपको कैसे? अरे मम्मी पापा के मिलने से पैदा हुए साहब, बताओ खुल के। अरे सांड और गाय मिलेगा तभी तो बच्चा पैदा होता है ना। खुल के बोलता है। अरे क्या करेगा वो? आप बीच में क्यों बोल रहे हो? बैठ जाओ, ये जवाब देना, ये यहाँ पे खड़ा। നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീൻ്റെ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്ന അല്ലെങ്കിൽ അവരുടെ ചർച്ച് സെറ്റപ്പിലേക്ക് ഒരുത്തൻ കയറി പോവാണ്. ഈ മീഷോ എന്ന് മേടിച്ച ശിവാജി ഇവൻ ചെന്നിട്ട് ഇവൻ്റെ പേര്, ഇവൻ ഓൾറെഡി എന്താണ് ബംഗ്ലാദേശിൽ നിന്നാണ് ഇവൻ്റെ ജന്മം. ധാക്കയായിട്ട് ബന്ധപ്പെട്ട ഇവൻ്റെ കുറേ വിവരങ്ങൾ ഇപ്പോൾ ചരണ്ടി എടുത്തിട്ടുണ്ട് പോലീസുകാർ. പിന്നെ ആദ്യത്തെ പേര് സുന്യൂർ റഹ്മാൻ എന്നായിരുന്നു. പിന്നെ അവൻ പേര് മാറ്റി 2018 മുതൽ ശ്രീ സത്യാനിസ്റ്റ് ആര്യ എന്നാക്കി. ഓക്കെ, എക്സ് മുസ്ലിം എയ്ത്തിസ്റ്റ് എന്ന് പറഞ്ഞ രീതിക്ക് 2013 മുതൽ ഇവൻ ബംഗ്ലാദേശിൽ ഓൺലൈനിലൊക്കെ ഭയങ്കര സജീവമായിരുന്നു. പിന്നെയാണ് ഇന്ത്യയിലേക്ക് ഇവനൊരു കടന്നുവരവ് നടത്തിയത്. 2018 പേര് മാറ്റിയതിന് ശേഷം ഇന്ത്യയിൽ ഇവൻ എന്ത് ചെയ്ത് പിന്നെ അങ്ങോട്ട് ഒരു RSSകാരൻ എന്നുള്ള രീതിക്ക് അങ്ങോട്ട് ഫുൾ ഫ്ലെഡ്ജഡായിട്ട് ഇവൻ്റെ പരിപാടികൾ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ ഒരു വീഡിയോയിലുള്ള വ്യക്തിയുടെ ഒരു ബേസ് സാധനം ഇപ്പോൾ എൻ്റെ അറിവിൽ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇവൻ പള്ളി കയറി ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിൻ്റെയൊക്കെ ഒരു മിനിയേച്ചർ വേർഷനാണ് ഇവിടെ ക്രിസ്മസ് കരോൾ സംഘത്തിന് നേരെയുള്ള RSSൻ്റെ ആക്രമണം എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അവിടെ പള്ളി കയറിയിട്ട് എന്തിനാണ് ബൈബിള്, ആരാണ് ക്രിസ്തു, ഇന്ത്യക്കാരനല്ലല്ലോ, ഇവിടെ മനുസ്മൃതി ഉണ്ട്, ഇവിടെ വേദങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് മേരിയുടെ വയറ്റിൽ യേശു ഉണ്ടായത്, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവിടെ നിന്ന് ഈ ഷോ കാണിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇവിടെ നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഷോൻ്റെ ചെറിയ വേർഷൻസാണ് കണ്ടു തുടങ്ങിയിട്ടുള്ളത്. അത് മുളയിലേ നുള്ളിയില്ലെങ്കിൽ ഇവനെപ്പോലുള്ള എക്സ്ട്രീം വിഷവിത്തുക്കൾ ഇവിടെ വളരാൻ ഇവിടെ ഓൾറെഡി ഉണ്ട്, സ്ലീപ്പർ സെല്ലായിട്ട് കിടക്കുകയാണ്. മനസ്സിലായോ? ഹിന്ദുത്വ വളർത്താൻ നടക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട് ഇവിടെ. ഹിന്ദുക്കൾ തന്നെയാണ് ഹിന്ദുത്വ വളർത്തുന്നവന്മാരെ അടിച്ചമർത്തേണ്ടത്. കാരണം എന്താ പറയുക, ഇല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം ഹിന്ദുക്കൾക്ക് തന്നെ വരാൻ പോണത്. ഇന്ന് ഒരു ക്രിസ്ത്യൻസിൻ്റെ തലയ്ക്കും മുസ്ലിങ്ങളുടെ തലയ്ക്കും കയറും, നാളെ ഹിന്ദുക്കളുടെ ഇടയ്ക്ക് തന്നെ വന്നിട്ട് അടുത്തത് എന്ത് ആക്കും? കാസ്റ്റ് പറഞ്ഞ് മുന്തിയ ജാതി കീഴ് ജാതി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും പൂട്ടിക്കെട്ടിച്ച ഐറ്റം വീണ്ടും ഐറ്റങ്ങൾ എടുത്ത് കൊണ്ടുവരും. മനസ്സിലായില്ലേ? പോക്ക് അങ്ങോട്ടൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദുക്കൾക്ക് ഇത്രയെങ്കിലും തലയ്ക്ക് ബുദ്ധിയും ബോധമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ RSSൻ്റെയും ഇവിടുത്തെ BJPൻ്റെയൊക്കെ അജണ്ടകൾ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളൂ. ഇനി വേറെ ഒരു വീഡിയോ, ഇന്ന് കുറേ വീഡിയോ വന്നിട്ടുണ്ട്. राजस्थान अरे इधर ये हिंदू राष्ट्र है, इधर क्रिश्चियन का चलेगा नहीं. उठा ले अरे ବଡ଼ଦାଣ୍ଡରେ ଆସିକି ଡିସେମ୍ବର 25 ପାରିବନି ତମେ. ତାକୁ କଲେକ୍ଟର ପାଖକୁ ନହେଲେ ଲୋକାଲ ଆସିକି ଦିଅ, ଏମାନେ ଏଠି ବସି ପାରିବେ. ତୁମେ ଆମେ ବଡ଼ଦାଣ୍ଡରେ ଜଗନ୍ନାଥ ଦେଶରେ ଆସିକି ଇଏ କଣ ବିକୁଛ? ଜଗନ୍ନାଥ ଦେଶରେ ଆସିକି କଣ ଖ୍ରୀଷ୍ଟିଆନ ବିକିଲଣି ତମେ?
कहाँ पर परमिशन लेकर कौन पकड़े कौन सी परमिशन लेकर जी नहीं आओ गरीब आदमी जगन्नाथ का बेच गरीब आदमी जगन्नाथ का बेच इधर का नहीं चलेगा सामान बेचना हमारा जगन्नाथ प्रभु जी के सामान बेचना भगवान का तीन नहीं आधार कार्ड नहीं चाहिए सब लेकर चलो ये भी हिंदू है ना हिंदू है ना हिंदू है तो ये कैसे कर रहे हो बंद कर नहीं चलेगा റോട്ടിൽ സാന്റാക്ലോസിൻ്റെ വേഷം കച്ചവടം ചെയ്തിരുന്ന ചെക്കൻ്റെ അടുത്തോട്ട് ഇത് ഹിന്ദു രാജ്യമാണ്, ഹിന്ദുക്കളുടെ ദൈവങ്ങളത് വേണം വിൽക്കാൻ, നീ ഒരു ഹിന്ദു അല്ലേ, നീ എന്തിനാ അത് വിൽക്കണേ എന്നൊക്കെ ചോദിക്കുന്നത്. ഇമാതിരി പുണ്ടകൾ നോർത്ത് കിടന്നിട്ട് വിളയാടുന്നുണ്ട്. ഇതേ മൈൻഡ് സെറ്റുള്ള കുറേ ഇപ്പോൾ കരോൾ സംഘത്തിനെ ആക്രമിച്ച ഇവൻ്റെയൊക്കെ അതേ മൈൻഡ് സെറ്റ് ഒന്ന് തന്നെയാണ്, മനസ്സിലായോ? ഒരേ സാധനം തന്നെ, വർഗീയത. അങ്ങനെയുള്ള ലൈനിലുള്ള കുറേ എണ്ണങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ ആരെങ്കിലും ഇങ്ങനെ വർഗീയത മനസ്സിൽ വെച്ചുകൊണ്ട് ഇതേപോലത്തെ പരിപാടികൾ കാണിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒറ്റപ്പെടുത്തുക അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് തൂക്കി എറിയുക, പിന്നെ നാട്ടിൽ വരാൻ സമ്മതിക്കരുത്, പുറത്താക്കുക. നാട്ടിലെല്ലാവരും കൂടി ചേർന്നിട്ട് കടക്ക് പുറത്ത് എന്ന് പറയും. എന്താണെങ്കിലും കൊള്ളാം. നമുക്കൊക്കെ ഒരു നൊസ്റ്റാൾജിയ ആയിരുന്നു നമ്മളുടെ ഈ പറഞ്ഞ കരോൾ പോക്കും വരവൊക്കെ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊരു പേടി സ്വപ്നമായിട്ട് മാറും എന്നുള്ളൊരു സിറ്റുവേഷൻ നമ്മുടെ നാട്ടിലുണ്ട് ബിക്കോസ് ഓഫ് ദിസ് വർഗീയവാദികൾ. അതുകൊണ്ട് കരോളിലൊക്കെ പോകുന്ന മക്കൾ ശ്രദ്ധിക്കുക. വർഗീയത പറഞ്ഞ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയവും മതവും പറഞ്ഞു വരുന്ന നാറികളെടുത്ത് റോഡ് സൈഡിലുള്ള കല്ലും പൊടിയും മണ്ണൊക്കെ ആയിട്ടുള്ള ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇത് തല്ലാനോ അല്ലെങ്കിൽ ഒരു മോബ് ക്രിയേറ്റ് ചെയ്യാനോ പറയുന്നതല്ല, ഒരു കലാപം ഉണ്ടാക്കാനല്ല. സ്വയം രക്ഷയ്ക്ക് മക്കളെ നിങ്ങൾ അതെങ്കിലും ചെയ്യേണ്ട. കാരണം ഞങ്ങളെ കാലഘട്ടത്തിലല്ല, വെരി സോറി, ഞങ്ങൾ തന്നെയാണ് ഇതിന് കാരണക്കാർ. നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ പുറത്തിറങ്ങി, ഞങ്ങൾക്ക് പണ്ട് പുറത്തിറങ്ങി നടക്കായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പട്ടി പേടിക്കാം, അല്ലെങ്കിൽ കുഴിയിൽ വീഴുക പേടിക്കാം, ലൈറ്റ് ഇല്ലാത്ത പേടി, ഇങ്ങനത്തെ പേടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് ഒരിക്കലും ഒരു വർഗീയത പറഞ്ഞു വരുന്ന അല്ലെങ്കിൽ മതം പറഞ്ഞ് രാഷ്ട്രീയം പറഞ്ഞു വരുന്നവരൊന്നും പേടിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നുണ്ട് അല്ലെങ്കിൽ വന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളാണ് കാരണക്കാർ. കാരണം ഇങ്ങനത്തെ വർഗീയവാദികളെയും മതതീവ്രവാദികളെയും രാഷ്ട്രീയ വർഗീയത മനസ്സിൽ വെച്ച് കൊണ്ടു നടക്കുന്നവരെയൊക്കെ വളർത്തിയ അല്ലെങ്കിൽ അവർ വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത ജനറേഷൻ ഞങ്ങളുടേതായിപ്പോയി. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ആ ഒരു ഫ്രീഡം ഇല്ല ധൈര്യമായിട്ട് പുറത്തിറങ്ങാനുള്ള രാത്രിയൊക്കെ. വെരി സോറി.